അങ്ങനെ 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള അതിൻ്റെ അവസാന നാളുകളിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ടാഗോറിലാണ്, ടാഗോർ തിയേറ്ററിലാണ്. നിരവധി സിനിമാ പ്രേമികൾ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അവരോട് ചോദിക്കാൻ ഒരു ചോദ്യം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവർ കണ്ടതിലെ ഏറ്റവും മികച്ച സിനിമ ഏതാണെന്നും അതിൻ്റെ കാരണം എന്താണെന്നുമാണ് നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം. നമുക്ക് ഓരോരുത്തരടുത്തായിട്ട് ചോദിച്ചു തുടങ്ങാം. വരൂ. മലയാളത്തിലാണെങ്കിൽ ഫെമിനിച്ചി ഫാത്തിമ പുതുമുഖങ്ങൾ ഒരുപാടുള്ള സിനിമയാണ്. അധികം വലിച്ചു നീട്ടില്ലാതെ വൃത്തിയായിട്ട് പറയേണ്ട കാര്യങ്ങൾ നന്നായി മനസ്സിലാകുന്ന രീതിയിൽ, ബോറാകാതെ, ആരെയും പ്രശ്നമാക്കാതെ, പക്ഷേ പറയേണ്ട കൃത്യമായ അത് പറയേണ്ട പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഇക്വാലിറ്റി പൊളിറ്റിക്സ്. ഇപ്പോൾ സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. സോ അങ്ങനെ ഒരു വൈബിൽ നല്ല സിനിമയായിരുന്നു. നോട്ടറി ഓഫ് സോൾസ് എന്നൊരു ഫ്രഞ്ച് ഫിലിം ഉണ്ടായിരുന്നു. പിന്നെ ലോങ്ലെസ് ഒരു ഇംഗ്ലീഷ് സിനിമ. അതുപോലെ തന്നെ ഇന്ന് രാവിലെ മാലു എന്ന് പറഞ്ഞൊരു ഒരു ഫ്രഞ്ച് ഫിലിം കണ്ടിട്ടുണ്ട്. സ്പാനിഷാണ് ആക്ച്വലി, സ്പാനിഷാണ്, കൺഫ്യൂഷനാണ്. ബ്രസീലിയൻ ബേസ്ഡ് ആണ് ഈ രണ്ട് സിനിമയും. നന്നായി ചെയ്തിട്ടുണ്ട്. മൈ ഫേവറേറ്റ് കേക്ക് ഫെമിനിച്ചി ഫാത്തിമ, അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. എന്തുകൊണ്ടായിരിക്കും? അല്ല, ഫെമിനിച്ചി ഫാത്തിമ ശരിക്ക് ഒരു വലിയൊരു മെസ്സേജ് തരുന്നുണ്ട്. നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു ഇതാണ്, അതിൻ്റെ ഒരു ഇതിവൃത്തം അറിയാമല്ലോ. അപ്പോൾ ആ ഫാസ്റ്റ് ഫിലിം നന്നായിട്ട് അത് എടുത്തിട്ടുണ്ട്. ആ ഒരു സബ്ജക്റ്റ് നന്നായിട്ട് അതിൽ അഭിനയിച്ചവരും ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്താണ് അവരുടെ പെർഫോമൻസ്. അടിപൊളിയായിരുന്നു. മഞ്ജുക്കുട്ടൻ പൊതുപ്രവർത്തകനാണ്. ഞാൻ ഈ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയാണ്. പിന്നെ ചെറിയ പരിസ്ഥിതി പ്രവർത്തനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തവണ IFFK സജീവമായിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5 ദിവസമായിട്ടുണ്ട്. സിനിമകളൊക്കെ അത്യാവശ്യം എല്ലാം കണ്ടല്ലോ. 2 ഇംഗ്ലീഷ് ഫിലിമും പിന്നെ ഫെമിനിച്ചി ഫാത്തിമ ഉണ്ട്. പിന്നെ ഹെങ് ഹാർട്സ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ട്. പിന്നെ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അതിൽ ഈ യങ് ഹാർട്സ് ആണ് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ യങ് ഹാർട്സ് ആണ്. വളരെ ഒരു രക്ഷയില്ലാത്ത ഫിലിമാണ്. അത് നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റാണ്. പക്ഷേ അത് ഒരു ഗേ പ്രണയവുമായി ബന്ധപ്പെട്ട, അപ്പം അത് അവരുടെ ആ സാമൂഹിക സാഹചര്യത്തിൽ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. പിന്നെ ഫെമിനിച്ചി ഫാത്തിമ കണ്ടു. അതും അതിനകത്ത് ആ സബ്ജക്റ്റ് നമ്മുടെ കേരളത്തിൽ എങ്ങനെ ഉൾക്കൊള്ളും, ആ സിനിമ ഒരു പബ്ലിക്കലി വരുമ്പം അതെങ്ങനെ ഭയങ്കര വിവാദമായി മാറും. പക്ഷേ സിനിമ പറയുന്നതിനകത്ത് രാഷ്ട്രീയം വളരെ വലുതാണ്. നമ്മൾ ഒരു സമുദായത്തിന് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി സിനിമ പറയുന്നുണ്ട്. നമ്മളെ എല്ലാ സമുദായങ്ങളും എടുക്കാം. എല്ലാ സമുദായങ്ങളും കാലക്രമേണ മാറ്റങ്ങളനുസരിച്ചാണ് ഇന്നത്തെ ഒരു ചട്ടക്കൂടായി മാറിയത്. ആ മാറ്റം വരണം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. വളരെ മികച്ച രീതിയിൽ ആ നായകൻ വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് പൊതുവെ IFFK ഈ പ്രാവശ്യം ഈ ആളുകളുടെ ഒരു തള്ളിക്കയറ്റം വളരെ കുറവായിരുന്നു ഇത്തവണ. സംഘാടനമൊക്കെ കുഴപ്പമില്ല, വളരെ മികച്ചാണ്, കുഴപ്പമില്ല, നമുക്ക് പരാതിയൊന്നുമില്ല. ഫാത്തിമ തന്നെയാണ്. തീർച്ചയായിട്ടും അത് കാലികമായ നമുക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സമുദായത്തിൽ വരുത്തേണ്ട കൃത്യമായ മാറ്റം അവതരിപ്പിക്കാൻ സംവിധായകന് അതിൻ്റെ അണിയറ പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ ചരിത്രത്തിലുണ്ട്. സബ്സ്റ്റൻസ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതുവരെ കണ്ടതിൽ. നല്ല സിനിമയാണ്. എന്തുകൊണ്ടായിരുന്നു? അതിൽ ആ നടിയുടെ മികച്ച അഭിനയം തന്നെയാണ്. സിനിമയെ കുറിച്ച് അഭിനയം പറയാനുള്ളത്, അതൊരു നമ്മളൊരു പ്രായമായി കഴിഞ്ഞൊരു സ്ത്രീയുടെ യുവത്വത്തിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു പ്രത്യേകമായൊരു മരുന്ന് കുത്തിവെച്ച് പുനർജനിക്കുന്ന ഒരു സംഭവമാണ് പറയുന്നത്. അത് വളരെ മികച്ച രീതിയിൽ എടുത്തേണ്ട നടിയുടെ നല്ല രീതിയിലുള്ള അഭിനയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൈയടിക്കേണ്ടത്. എനിക്ക് കുറേ ഫേവറേറ്റായി തോന്നിയ സാധനങ്ങൾ ഇപ്പം അനോറയുണ്ട്, എമിലിയ പെരീസ് ഉണ്ട്, പിന്നെ ഗ്രാൻഡ് ടോറുണ്ട്. എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ടും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു ഫിലിം മേക്കിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എന്ത് പോർട്രേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് ആ പടങ്ങളിലൂടെ എനിക്ക് വ്യക്തമാക്കി ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു, അതുകൊണ്ട് എനിക്ക് പേഴ്സണലി കണക്റ്റഡ് ആണ് ആ പടം. ഒരു സിനിമ പറഞ്ഞാൽ ഞാൻ ഗ്രാൻഡ് ടൂർ പറയാം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇത് പറഞ്ഞാൽ അത് ക്യാൻസിൽ 2024 മികച്ച ഡയറക്ടറിനുള്ള അവാർഡ് കിട്ടിയ ഒരു പടമാണ്. അപ്പോൾ ആ ഒരു കാറ്റഗറി അല്ലാതെ തന്നെ അതിൻ്റെ ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈല്, ഈ ഒരു കാലഘട്ടത്തിൽ അത് ഷോട്ട് ചെയ്തേക്കുന്ന രീതിയും അതിൻ്റെ ഒരു സ്റ്റോറി നറേഷനും പരിപാടിയെല്ലാം വരുമ്പോഴത്തേക്ക് അതൊരു കുറച്ചും കൂടെ ഒരു പേഴ്സണൽ ആൻഡ് ഇൻട്രസ്റ്റിംഗ് സ്റ്റഫായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ